നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വർഷം അതായത് 2024 മാർച്ചിൽ നടന്ന +2 എക്സാം അതിൽ ഫെയിലായ ആളുകൾക്ക് ഒരു മാസം ഇടവേളയിൽ തോറ്റ വിഷയങ്ങൾ എഴുതിയെടുത്ത് പാസ്സാവാനുള്ള സേ എക്സാം ഉണ്ടാകും. അത് 2024 തന്നെ സേ എക്സാം ഉണ്ടാകും. തോറ്റവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് ഈ എക്സാമിനെ കണക്കാക്കാം. കാരണം വർഷം നഷ്ടപ്പെടാതെ തന്നെ ഹയർ സെക്കൻഡറി പാസ്സാവാനും ഹയർ സ്റ്റഡി ചെയ്യാനും ഇതുമൂലം അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. സാധാരണ സേ എക്സാം എഴുതാൻ കഴിയുന്നത് +2 എക്സാം എഴുതിയ കുട്ടികൾക്കാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഇത് എല്ലാവർക്കും സാധിക്കുകയുമില്ല. ആർക്കെല്ലാമാണ് ഇത് സാധിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെല്ലാം +2 സേ എക്സാം എഴുതാൻ കഴിയില്ല എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ മുഴുവനായും മനസ്സിലാക്കാൻ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. പകുതി വരെ കണ്ട് വിളിച്ചു നോക്കാനോ മെസ്സേജ് അയക്കാനോ ഒരിക്കലും ശ്രമം നടത്തരുത്. ഉപകരിക്കുമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമായ കാര്യങ്ങൾ അറിയാൻ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം, സേ എക്സാം എഴുതണമെങ്കിൽ എന്താണ് നമ്മുടെ മാനദണ്ഡം? +2 എക്സാം എഴുതിയിരിക്കണം എന്നുള്ളതാണല്ലോ. നിലവിൽ 2024 മാർച്ചിൽ +2 എക്സാം എഴുതി തോറ്റ എല്ലാ വിദ്യാർത്ഥികൾക്കും വരാനിരിക്കുന്ന +2 സേ എക്സാമിന് അപേക്ഷിക്കാനും അത് എഴുതിയെടുക്കാനും തീർച്ചയായും സാധിക്കും. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക, സേ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ +2 എക്സാം എഴുതിയിരിക്കണം. ഈ വരുന്ന സേ എക്സാം 2024 സേ എക്സാം, അതായത് നമ്മൾ ഇപ്പോൾ മാർച്ചിൽ എഴുതിയ പരീക്ഷയുടെ റിസൾട്ട് ഏതാനും മാസത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പാണ്. ആ റിസൾട്ട് വന്ന ഉടനെ തന്നെ സേ എക്സാമിനുള്ള അപേക്ഷ വിളിക്കുകയും ഒരു മാസം കൊണ്ട് സേ എക്സാം നടക്കുകയും ചെയ്യും. അപ്പോൾ അത് എഴുതാൻ കഴിയുന്നത് ഈ വർഷത്തെ നമ്മുടെ +2 ഫൈനൽ എക്സാം എഴുതിയ കുട്ടികൾക്കാണ്. ഓക്കെ, അപ്പോൾ +2 എക്സാം എഴുതി തോറ്റിട്ടുള്ള എല്ലാവർക്കും വരാനിരിക്കുന്ന +2 സേ എക്സാം അതിനെ അപേക്ഷിക്കാനും എഴുതാനും ഒക്കെ സാധിക്കും. എത്ര പേപ്പർ വരെ എഴുതാം? തോറ്റ വിഷയങ്ങൾ മുഴുവൻ എഴുതാം എന്നുള്ളതാണ്. ഓക്കെ, തോറ്റ വിഷയങ്ങൾ മുഴുവനും എഴുതാം. +2വിൻ്റെ തോറ്റ വിഷയങ്ങൾ മുഴുവനും എഴുതാം. അപ്പോൾ ഇത് നോക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞത് കമ്പാർട്ട്മെൻ്റലായിട്ടുള്ളൊരു സ്റ്റുഡൻസിൻ്റെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ റെഗുലർ ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ ഇതുവരെ പറഞ്ഞു നിർത്തിയത്. സേ എക്സാം എഴുതാൻ എല്ലാവർക്കും, +2 എക്സാം എഴുതി തോറ്റിട്ടുള്ള എല്ലാവർക്കും എഴുതാമെന്ന് പറഞ്ഞത് റെഗുലർ ആയിട്ടുള്ള ആളുകളുടെ കാര്യമാണ്. എന്നാൽ എല്ലാവർക്കും എഴുതാൻ കഴിയുകയില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ ആർക്കാണ് കഴിയാത്തത്? 2018 മുതൽ 2023 വരെ വർഷങ്ങളിൽ, ശ്രദ്ധിച്ച് കേൾക്കണം, 2018 മുതൽ 2023 വരെയുള്ള വർഷങ്ങളിൽ +2 എഴുതി തോറ്റ വിദ്യാർത്ഥികൾക്ക് അവിടെ മുതൽ 2018 മുതൽ ചിലപ്പോൾ ഈ 2024 വരെ ആ തോറ്റ വിഷയം ചില ആളുകൾ എഴുതിയിട്ടുണ്ടാകും. ചിലർക്ക് 2018 കഴിഞ്ഞ് 19 എഴുതിയപ്പോൾ കിട്ടിയിട്ടുണ്ടാകും, ചിലർക്ക് 20 എഴുതിയപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, കിട്ടാത്ത ആളുകൾ 23 24 എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ എത്ര തവണ എഴുതിയ ആളുകളാണെങ്കിലും ഇവരെയാണ് കമ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസ് എന്ന് വിളിക്കുന്നത്. അറിയാലോ, 2018 മുതൽ എന്ന് വെച്ചാൽ ഇപ്പോൾ എഴുതാൻ സാധിക്കുന്നവർക്ക് മാത്രമാണ്, 2018 മുതലുള്ളവർക്കാണ്. അങ്ങനെയുള്ള ആ തോറ്റ +2 കഴിഞ്ഞ തോറ്റ വിദ്യാർത്ഥികളെയാണ് നമ്മൾ കമ്പാർട്ട്മെൻ്റൽ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം വിദ്യാർത്ഥികൾക്ക് അവരുടെ തോറ്റ വിഷയം ഏത് വർഷത്തേതാണോ അതുമാത്രമാണ് എഴുതാൻ കഴിയുന്നത്. ആണല്ലോ, അതാണ് നിയമം. തോറ്റ വിഷയം മാത്രം എഴുതിയാൽ മതി എന്നാണ് നിയമം. 2021 മുതലുള്ള നിയമമാണ്. ഓക്കെ, അപ്പോൾ +2വിൽ ഏതെങ്കിലും വിഷയം തോൽക്കുകയും, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ചില ആളുകൾക്ക് ഇപ്പോഴും അറിയില്ല. ഈ 2023 ഒരു മാനുവൽ ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ മാനുവൽ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാനുവൽ പ്രകാരം ഏതെങ്കിലും, അതായത് കഴിഞ്ഞ വർഷം 23 വരെയുള്ള വർഷങ്ങളിലെ വിദ്യാർത്ഥികൾ +2 തോറ്റവരിൽ +1 ഏതെങ്കിലും വിഷയം തോൽക്കുകയും +2 മുഴുവൻ വിഷയം പാസ്സാവുകയും ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് തോറ്റ +1 വിഷയം മാത്രം
+1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുമ്പോൾ എഴുതിയെടുത്താൽ മതി. നേരെ മറിച്ച് +1 മുഴുവൻ വിഷയം കിട്ടുകയും പാസ്സാവുകയും +2 ഏതെങ്കിലും വിഷയം തോൽക്കുകയും ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് +2 ആ തോറ്റ വിഷയം മാത്രം എഴുതിയെടുത്താൽ മതി. അത് +2 പബ്ലിക് എക്സാം നടക്കുന്ന സമയത്താണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജയിച്ച വിഷയങ്ങൾ ഒരിക്കലും എഴുതിയെടുക്കേണ്ടതില്ല. എന്നാൽ പല കുട്ടികളോടും സ്കൂളുകളിൽ നിന്ന് നിർബന്ധിച്ച് എഴുതിച്ചതൊക്കെ അങ്ങനെയുള്ള പരാതികളൊക്കെ കുട്ടികൾ പറയുണ്ടായിട്ടുണ്ട്. ആ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഈ രീതിയിലായിരിക്കണം ഈ കമ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസ് എക്സാം ഇപ്പോൾ എഴുതിയിട്ടുണ്ടാവുക. 2024 മാർച്ചിലോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള +1 ഇംപ്രൂവ്മെൻ്റ് എക്സാമോ ഈ കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് എഴുതിയിട്ടുണ്ടാവുക ഇതുപോലെ ആയിരിക്കും, ഈ പറഞ്ഞ പോലെ ആയിരിക്കും. അഥവാ ഈ വിദ്യാർത്ഥികൾ ജയിച്ച വിഷയം വീണ്ടും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പം കിട്ടുന്ന മാർക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് ജയിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചു എന്നും തോറ്റിട്ടുണ്ടെങ്കിൽ തോറ്റു എന്നും പറയും. പഴയ മാർക്ക് ഒരിക്കലും പരിഗണിക്കില്ല. ജയിച്ച വിഷയം വീണ്ടും എഴുതിയാൽ ആ വിഷയം തോൽക്കുകയാണെങ്കിൽ തോറ്റതായിട്ടും ജയിച്ചതാണെങ്കിൽ ജയിച്ചതായിട്ടും കണക്കാക്കും. പഴയ മാർക്ക് ഒരിക്കലും പരിഗണിക്കുകയില്ല. ഓക്കെ, അപ്പോൾ നിർഭാഗ്യവശാൽ പല കുട്ടികളോടും പല സ്കൂളുകളിൽ നിന്നും പലരും ഇത്തരത്തിൽ എഴുതാൻ വേണ്ടി, അതായത് ജയിച്ചതാണെങ്കിലും വീണ്ടും എഴുതിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി കുട്ടികൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ട് എന്ന് പലരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നിയമമില്ല. ജയിച്ചാൽ ആ ജയിച്ച വിഷയം എഴുതണ്ട, തോറ്റാൽ തോറ്റ വിഷയം മാത്രം ആ വർഷത്തെ മാത്രം എഴുതിയാൽ മതി എന്നാണ് നിയമം. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അതെല്ലാവരും എഴുതിയിട്ടുണ്ടെങ്കിലും ജയിക്കട്ടെ എന്നാണ് എൻ്റെയും പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പാർട്ട്മെൻ്റലുകാരിൽ +2 എഴുതാനുള്ളവർ 2024 മാർച്ചിൽ +2 എക്സാം റെഗുലർ വിദ്യാർത്ഥികൾക്കൊപ്പം എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഈ എക്സാമിൽ കമ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ തോറ്റിട്ടുണ്ടെങ്കിൽ ആ തോറ്റ വിഷയം 2024 സേയിൽ എഴുതിയെടുക്കാം. അതിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവില്ല. +2 എഴുതിയെടുക്കാം, യാതൊരു തടസ്സവും ഉണ്ടാവില്ല. അവർ എന്ത് ചെയ്തിരിക്കണം? കമ്പാർട്ട്മെൻറ്റ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിരിക്കണം? 2024 മാർച്ചിൽ നടന്ന +2 എക്സാം എഴുതിയ ആളുകളായിരിക്കണം. അതിൽ ആരെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് സേയിൽ എഴുതിയെടുക്കാം. നേരെ മറിച്ച് +2 എക്സാം രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളോ രജിസ്റ്റർ ചെയ്തിട്ടും എഴുതാൻ സാധിക്കാതെ വന്നിട്ടുള്ള കുട്ടികളോ ആയവർക്ക് 2024 സേ എക്സാം എഴുതാൻ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. കമ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസിന് 2 വർഷത്തേക്കാണ് എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഏതെങ്കിലും ഒരു വർഷം മാത്രം എഴുതുന്നുണ്ടെങ്കിലും 2 വർഷത്തെയും ഫീസ് അടയ്ക്കണം. അതിൽ ചിലർ +1 എഴുതുകയും ചിലർ +2 എഴുതുകയുമാണ് ചെയ്യുന്നത്. അതായത് ഏതാണോ നമ്മൾ ജയിച്ചത് അത് എഴുതണ്ട, തോറ്റതാണ് എഴുതുന്നത്. +1 ആണ് തോറ്റതെങ്കിൽ +1 എഴുതും, +2 ആണ് തോറ്റതെങ്കിൽ +2 എഴുതും. അങ്ങനെയാണല്ലോ സാധിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് 2024 സേ എക്സാം അപ്പോൾ ഈ എഴുതാതിരുന്നിട്ടുണ്ടെങ്കിൽ, അതായത് +1 ജയിച്ചിട്ടുണ്ട് പക്ഷേ +1 നിർബന്ധത്തിന് വഴങ്ങി അത് എഴുതി, പക്ഷേ +2 ആണ് എഴുതാനുണ്ടായിരുന്നത്, +2 എഴുതിയില്ല. അങ്ങനെയുള്ള കുട്ടികൾക്കും സേ എക്സാം എഴുതാൻ ഒരിക്കലും സാധ്യമല്ല. അതുപോലെ തന്നെ ഈ 2024 മാർച്ചിലെ എക്സാം എഴുതാത്ത കുട്ടികൾക്ക് ഇനി 2025 മാർച്ചിലെ എക്സാം എഴുതാനാണ് സാധിക്കുക. സേ എക്സാം എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് 2025 മാർച്ചിലെ എക്സാം എഴുതാനേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇതിൽ 2018 മുതൽ ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ 2025 എക്സാം നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അവർക്ക് എഴുതാൻ കഴിയുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഓരോ പുതിയ വർഷം മുന്നോട്ട് പോകും തോറും പഴയ വർഷത്തിലുള്ള ആളുകളെ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ 2018 എന്ന് പറയുന്ന വർഷം മുതലുള്ളവർക്ക് ഇപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ ഇനി അത് 25 വരുമ്പോൾ 2018 ചാൻസ് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 2025 നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ പറയാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, 2024 മാർച്ചിന് എക്സാമിന് അപേക്ഷ കൊടുക്കാത്ത ആളുകൾക്ക്, അതറിയാതെ കമ്പാർട്ട്മെൻ്റലായിട്ടുള്ള സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, തോറ്റുപോയുള്ള കുട്ടികൾ ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമെന്ന് അറിയാത്തവരുണ്ടാവും. അങ്ങനെ അറിയാതെ 2024 മാർച്ചിലെ
ഇംപ്രൂവ്മെൻ്റ് എക്സാമിനോ അല്ലെങ്കിൽ മാർച്ചിലെ എക്സാമിനോ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾ ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അവർക്ക് സേ എക്സാമിന് അപേക്ഷ കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. നിങ്ങളും 2025 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇനി 2024 മാർച്ച് +2 എഴുതിയ എല്ലാ കുട്ടികളും നമുക്ക് പറയാനുള്ളത് ഒരു മിനിമം മാർക്കിലെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. എല്ലാ കുട്ടികളും ഒരു മിനിമം മാർക്കിലെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഒരു കുട്ടിക്ക് പോലും സേ എഴുതാനുള്ള ഗതി വരുത്തരുതേ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. പലർക്കും സംശയം ഉണ്ടാവും, പ്രത്യേകിച്ച് കമ്പാർട്ട്മെൻ്റൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതായത് ഈ പറഞ്ഞ പോലെ 19 20 പരീക്ഷ എഴുതിയിട്ട് തോറ്റിട്ട് പിന്നെ അതിന് മെനക്കെടാതെ 1 2 പ്രാവശ്യം എഴുതി നോക്കിയിട്ടുണ്ടാവും. പിന്നീട് അത് വീണ്ടും എഴുതിയെടുക്കാതെ വേറെ വല്ല കോഴ്സിനൊക്കെ പോയി ചേർന്നിട്ടുണ്ടാകും. അതായത് നമ്മുടെ ഡിപ്ലോമ പോലുള്ള കോഴ്സുകൾക്കൊക്കെ പോയി ചേർന്നിട്ടുണ്ടാകും. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ആ കോഴ്സൊക്കെ ക്ലോസ് ചെയ്ത ആളുകൾക്ക്, അതായത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്കും ഇപ്പം ഇനി വീണ്ടും ഈ തോറ്റ വിഷയം +2 എഴുതിയെടുക്കാനുള്ള അവസരമുണ്ട്. അതൊരിക്കലും നിങ്ങൾ കളയരുത്. ആ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തണം. വർഷങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെങ്കിലും നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ആവശ്യകത വന്നു കഴിഞ്ഞാൽ തോറ്റതെടുത്ത് കൊടുക്കുമ്പോൾ അത് +2 അല്ല, നമുക്ക് ആ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ +2 ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ +2 പാസ്സായ സർട്ടിഫിക്കറ്റ് തന്നെയാണ് കയ്യിൽ ഉണ്ടാവേണ്ടത്. അതിന് നമ്മൾ തോറ്റ വിദ്യാർത്ഥികൾ പ്രത്യേകം പരിശ്രമം നടത്തുക. വർഷങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന് ശേഷം, അതായത് ഇങ്ങനെ ഓരോ വർഷം മുന്നോട്ട് പോകും തോറും വിദ്യാഭ്യാസ വകുപ്പ് പഴയ വിദ്യാർത്ഥികളെ പുറത്താക്കും, അവർക്ക് എഴുതാൻ ചാൻസ് കൊടുക്കൂല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളായി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഈ സാക്ഷരതാ മിഷൻ പോലുള്ള +2 കോഴ്സുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് വീണ്ടും 1 മുതൽ പഠിക്കേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വർഷങ്ങൾ മുന്നോട്ട് പോയിട്ട് നമ്മൾ പ്രായമുള്ളവരായി മാറിയിട്ടുണ്ടാകും, പല ജോലികളിലും എൻഗേജ് ചെയ്യുന്നവരായിരിക്കും. മാന്യമായിട്ടുള്ള ആവശ്യമുള്ള നമുക്ക് ഏറ്റവും നല്ല വരുമാനം കിട്ടുന്ന തരത്തിലുള്ള ഒരു ജോലി കയ്യിൽ വന്നു, പക്ഷേ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് തെറിച്ചുപോയി. അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മറികടക്കാനാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ അത്യാവശ്യമായ രീതിയിൽ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഇത് ഒരു ഉപകരിക്കുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ബന്ധത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലോ ആരെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, അവരോടൊക്കെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നിർത്താം. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.